അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? നോമ്പിൻ്റെയൊക്കെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? നോമ്പൊക്കെ എല്ലാവരും പിടിച്ചാ? റമദാനൊക്കെ വരാറായില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടണം. പിന്നെ പണിയെന്ന് വെച്ചാൽ പൈപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ട സിങ്കിൻ്റെതല്ല, സിങ്ക് മേടിച്ചിട്ടാ. ഇത് എല്ലാം കൂടെ നമ്മൾ പൈപ്പ് ഇതിനകത്തൂടെ ഇനിയിപ്പോൾ തറയിടണം. ഇവിടെ തിട്ടപ്പുറം ഇനി ജോലിക്കാർ വന്ന് ചെയ്യേണ്ടുന്നതേ ഉള്ളൂ. ഇതാ വേസ്റ്റ് ഇതെല്ലാം വെച്ചു. ഇത് പിന്നെ ഇതിനകം സത്യം പറഞ്ഞാൽ ഞാൻ നോക്കിയില്ല. അതാണിതാ വെച്ചു. വെള്ള ഇതാണ്. പിന്നെ ബൾബ് ഇട്ടട്ടാ. പിന്നെ ഇതാ ഇതൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ ഇനി നമുക്ക് കഴിവണ ഒരു ഇതുകൂടെ സെറ്റ് ചെയ്യണം. ഷവർ വെച്ച് ഇതല്ല ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് നോക്കണം കേട്ടാ. നല്ല പണിയൊക്കെ ഉണ്ടായിരുന്നു. ഇതാ നോക്ക്, ബൾബ് ഇവിടെയും വെച്ച് ഇതെല്ലാം കൂടെയൊക്കെ മേടിച്ച് അൽഹംദുലില്ലാ റാഹത്തായി. പിന്നെ ഇവിടെയൊക്കെ നല്ല രീതിയിൽ അവർ കാണിച്ചു തരാം. അതൊക്കെ ഇത് തുറന്നിടാൻ പറ്റില്ല, ഭയങ്കര പട്ടിശല്യമാണ്. നമുക്കിനിയിപ്പോൾ കിണറ്റിൻ്റെ ഇത് സെറ്റ് ചെയ്യും. അതിന് വേണ്ടിയൊക്കെയാണ് ഇവിടെ നമ്മൾ ലെവലാക്കി ഇട്ടേക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല രാവിലെ ക്ലീൻ ചെയ്യുന്ന പരിപാടികളാണ്. ഭയങ്കര കാറ്റ്. ഇപ്പോൾ വീട് അൽഹംദുലില്ലാ വയറിങ്ങിൻ്റെ അതും എല്ലാമൊക്കെ സെറ്റായി. ക്ലോസറ്റ് കാര്യങ്ങളെല്ലാം സെറ്റാക്കി. ഇനിയിപ്പോൾ അടുപ്പും സെറ്റ് ചെയ്യണം, തറയിടണം, തിട്ടപ്പുറവും വയ്ക്കണം. ഇവിടെ ബാത്റൂമൊക്കെ മറ്റേ പരിക്ക സിമൻ്റ് ഇടാൻ പറഞ്ഞു. കാരണം ടൈലിട്ടാലേ മക്കളെപ്പോഴും ചവിട്ടി ടൈലിട്ടാൽ അതൊരു വൃത്തിയില്ല. സിമൻ്റാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഉണങ്ങാനും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇന്നിപ്പോൾ പഞ്ചായത്തിൽ ഇന്ന് ആദ്യമായിട്ടൊരു ആനുകൂല്യം 5 കോഴിക്കുഞ്ഞുങ്ങൾ. അപ്പോൾ ആധാറിൻ്റെ കോപ്പിയും റേഷൻ കാർഡിൻ്റെ കോപ്പിയും കൊണ്ട് വെറ്റിനറി ഹോസ്പിറ്റൽ, അതായത് മൃഗാശുപത്രിയിൽ ചെല്ലാൻ പറഞ്ഞ്. അപ്പം നോക്കട്ടെ, ഇവിടെ നിന്ന് പോണേന് തന്നെ ആട്ടോ കൂലിയാവും. 5 കോഴിക്കുഞ്ഞുണ്ട്. അത് ഇന്ന് കിട്ടൂല, ടോക്കൺ എന്തോ കിട്ടും. അതനുസരിച്ച് കൊണ്ട് ചെന്നാൽ കോഴിക്കുഞ്ഞ് കിട്ടും. ആദ്യമായിട്ട് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യമാണ്. എനിക്ക് പഞ്ചായത്തിൽ നിന്ന് വീട് അനുവദിച്ച് കിടന്നതാണ്. അപ്പോഴീ താമസിക്കുന്നത് കൊണ്ടാണ് പ്രശ്നം വരുന്നത്. അതായത് നമുക്ക് വാടക അങ്ങനെ കൊടുക്കണ്ടേ, അതുകൊണ്ടാണ് അത് ഇനി 1 വർഷം പിടിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ മക്കളെ പൂട്ടിയിടലും കാര്യങ്ങളും ഒക്കെ വന്നപ്പം പിന്നെ മക്കൾക്ക് ഭക്ഷണത്തിനും ബുദ്ധിമുട്ട് കാര്യം. അതായത് പൂട്ടിയിട്ടിട്ട് ഞാൻ പോകുമ്പോൾ 2 മണിയാവും. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ടാണ് വിഷമം. അങ്ങനെയാണ് എല്ലാവരും കൂടെ എടുത്തുവിട്ട് ഉമ്മച്ചിമാൻ്റെ ആഗ്രഹപ്രകാരവും ബാക്കിയെല്ലാം കൂടെ വെച്ച് അൽഹംദുലില്ലാ ഇവിടം വരെ എത്തി. ബാക്കി പണികളെല്ലാം കഴിഞ്ഞാൽ, അതായത് ഇനിയിപ്പോൾ ഈ ജോലിക്കാർ വന്ന് ചെയ്യേണ്ടുന്ന താമസമേ ഉള്ളൂ. റമദാനിക്ക് മുമ്പ് എല്ലാം കഴിഞ്ഞെങ്കിൽ റബ്ബ് എനിക്ക് ഇവിടെ തന്നെ പാചകം ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ ഗ്യാസിലാണ് കുറച്ചൊക്കെ ചായ ഇടലും ബാക്കി പരിപാടികളും എല്ലാം. നമുക്ക് ആദ്യത്തെ കറണ്ട് ബില്ല് വന്നു 136, അത്രയേ ഉള്ളൂ. പിന്നെ എന്താണ്ട് ഇവിടെ കുറച്ച് ക്ലീൻ ചെയ്യാണ്ട്. ഇവിടെ മൊത്തം പ്ലാവാണ്. കണ്ട പ്ലാവിൻ്റെ കുറ്റി കണ്ടില്ലേ ഞങ്ങൾ? ഇത് പ്ലാവൊക്കെ ആയിരുന്നു. കണ്ടോ, ഇന്ന് എനിക്കിപ്പോൾ പണിയില്ല കേട്ടാ. ഇനി നാളെ ഉള്ളൂ പണി. ഞാൻ പിന്നില്ല മറ്റേ ഉമ്മാൻ്റെ ഇല്ലേ, അത് ഞാൻ വിളിച്ച് പറഞ്ഞ് അത് ക്യാൻസലാക്കി. എനിക്ക് പറ്റില്ല അമ്മ പറഞ്ഞ് വിഷമിക്കണ്ട, ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേവിച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ട് തരാം ഉമ്മ. ഇവിടെ നിന്ന് പോണേന് തന്നെ നമുക്ക് കൊല്ലത്ത് പോളയത്തോട് പാരിപ്പള്ളി ഇറങ്ങണം. അവിടെ നിന്ന് പോളയത്തോട് തിരിച്ച് വരാൻ 1 മണിക്കൂർ 1.5 മണിക്കൂറത്തെ യാത്രയുണ്ട്. അതാണ്. പിന്നെ നമ്മുടെ ഈ പൈപ്പ് മണ്ണുണ്ട്, ഇവിടത്തേക്ക് കുഴിയൊക്കെ നിവർത്തി. പിന്നെ ഇതാ ഈ സൈഡ് ഉണ്ട്, അതും അടിപൊളിയായി. അപ്പോൾ അൽഹംദുലില്ലാ എല്ലാ പണികളും ഒരുവിധമൊക്കെ റാഹത്തായി. ഇവിടെ രണ്ടിനും കൂടെ, പുറത്തെ ബാത്റൂമിനും അകത്തെ ബാത്റൂമിനും ഒരു വേസ്റ്റ് കുഴി. അതാണ് ഇവിടെ ഈ മണ്ണ് ഇടയ്ക്ക് അടിയിൽ കൂടെ പൈപ്പിട്ട്. അപ്പോൾ ഇതെല്ലാം റാഹത്തായി. ഇനി പണി വന്ന് ചെയ്താൽ മതി. ഇതാ എന്നും പറഞ്ഞിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ഈ പണിയങ്ങ് കംപ്ലീറ്റ് ആക്കിയാലേ നമുക്കൊരു സന്തോഷമുണ്ട്. കാരണം ഇത്രയൊക്കെ പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ വേവിക്കുന്ന ഒരു ഇത് അങ്ങനെയല്ലേ, നമുക്ക് നമ്മളെ വീട്ടിലൊരു സ്വാതന്ത്ര്യമായിട്ട് എല്ലാം വേവിക്കാനും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അൽഹംദുലില്ലാ. അങ്ങനെയല്ല, ഇത് രാവിലെ എണീച്ച് നമുക്കൊരു ഉഷാറ് കാണും. ഇതെന്ന് വെച്ചാൽ അങ്ങനെയല്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കി നല്ല നീറ്റാക്കി ടെറസിൻ്റെ മുകളും എല്ലാം നല്ല വൃത്തിക്ക് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. പട്ടി കയറാണ്ടിരിക്കാനേ. അല്ല, ഈ ചൂടത്ത് ഒരാടിനെ മേടിക്കണം. ആട്ടുംകൂട് കെട്ടാൻ തന്നെ നോക്കിയപ്പോൾ നല്ല റേറ്റ്. ഇത് തന്നെ ഷീറ്റും എല്ലാം കൂടെ ഇട്ടപ്പോൾ 35, പ്ലംബിങ് എല്ലാം കൂടെ ഒരു 10-20,000 രൂപ ഈ കളയലും എല്ലാം കൂടെ. അപ്പോൾ ഇത് ഈ പണിയും ഇതും കൂടെയൊക്കെ 10-55 രൂപയായി. ഇനി നമുക്ക് ബാക്കി പണിയും കൂടെ അൽഹംദുലില്ലാ റാഹത്തായാൽ വീടിൻ്റെ പണിയെല്ലാം ഓക്കെ ആയി. പിന്നെ നമുക്ക് വേറെ പരിപാടികളൊന്നുമില്ല.
വീട് കഴിഞ്ഞ് അൽഹംദുലില്ലാ എല്ലാം നമ്മുടെ സ്വന്തം എന്ന് പറയുന്ന ഒരു വീട്, അത് നമുക്ക് എല്ലാവർക്കും ഇതുവരെ സഹായിച്ച് ബന്ധുക്കൾ വീട്ടുകാരെല്ലാവരും നമുക്ക് അൽഹംദുലില്ലാ റാഹത്തായിട്ട് സഹായിച്ച്. പിന്നെ കുറച്ച് പൈസ യൂട്യൂബിൽ നിന്ന് കിട്ടി, ഇത് ഇത്താമാരും ഇക്കാമാരൊക്കെ സഹായിച്ച്, അതൊക്കെ അൽഹംദുലില്ലാ. അതുകൊണ്ട് നമുക്ക് ആര് തടസ്സപ്പെടുത്തിയാലും നമുക്ക് കിട്ടാനുള്ള കിട്ടും കേട്ടോ. ഒരുപാട് പേരെ കമൻറ്റുകളൊക്കെ വായിക്കുന്നുണ്ട് വാടകയ്ക്കാണ്. ഞാനും 6 വർഷം വാടകയ്ക്ക് കിടന്നേ മക്കളെ, ആ അവസ്ഥയൊക്കെ എനിക്കും അറിയാം. നമുക്ക് 30 ടെൻഷനാണ് നെഞ്ചത്ത്. എന്താണ് വാടക കൊടുക്കണം, വാടക കൊടുത്തില്ലെങ്കിൽ ഇറങ്ങിയാൽ എങ്ങോട്ട് പോകാമെന്നില്ല. 1 മാസത്തെ വാടകയൊക്കെ അവർ സഹിക്കും. അപ്പോൾ ഈ കൊറോണ വന്നിട്ടാണ് നമ്മളെല്ലാവരും പെട്ടുപോയത്. ഒരു കൊക്ക് വന്നിരിക്കുന്നുണ്ട് രാവിലെ. അപ്പോഴും പോത്തിനിപ്പോൾ വിലക്കുറവുണ്ട് പറഞ്ഞ് നോക്കണം ഇൻഷാ അല്ലാ. എന്തെങ്കിലും ആടോ പോത്തോ ഒന്ന് മേടിക്കണം, എനിക്ക് മൈൻഡൊക്കെ നല്ല ഓക്കെ ആയിട്ട് സുഖമായിട്ടിരിക്കാനും. എന്തെങ്കിലും ആടോ പോത്തോ എന്തെങ്കിലും. ആടാണെങ്കിൽ നമുക്ക് ഷെഡ് കെട്ടിയാലേ മേടിക്കാം. ആടിനെന്ന് പറഞ്ഞാൽ 30 രൂപയൊക്കെയാണ് ഇപ്പോൾ നല്ല ഇത്തിരി ആട്. 24 രൂപ ഒരു ഗർഭിണി ആട് ഞാൻ വില കെട്ട് പർപ്പസാരി സിരോഹിയിൽപ്പെട്ട ഒരാട്. ഒരു പോത്തൂട്ടിയെ മേടിച്ചാലോ ആട്ടിനെ മേടിച്ചാലോ പോത്താകുമ്പോൾ കയ്യിൽ നിൽക്കൂല. നമ്മുടെ പെണ്ണുങ്ങളെ ചാടിക്കളയും, വലിച്ചഴിച്ചുകൊണ്ട് ഓടിക്കളയും. നമുക്ക് മുമ്പ് ഒരു പോത്തൂട്ടി ഉണ്ടായിരുന്നു നാത്തൂന്. അപ്പോൾ ഇൻഷാ അല്ലാ നോക്കട്ടെ, എന്തെങ്കിലും ഒന്ന് മേടിക്കണം. കോഴി പറ്റൂല. കോഴിയെന്ന് വെച്ചാൽ ഭയങ്കര പട്ടിശല്യം. അത് മാത്രമല്ല കോഴിയുടെ കൂട് പിന്നെ 10-16 കമ്പിക്കൂടില്ലേ, തടിക്കൂടിലൊന്നും പറ്റൂല. പട്ടി എല്ലാം കൂടെയൊക്കെ വലിച്ച് പിന്നും. അപ്പോൾ നമുക്ക് കോഴി കണ്ടല്ലോ, അവിടെ ഒരു കോഴി ഫാം ഉണ്ട്. അതാണ് ആ കോഴികളെ മറ്റേ ബോയിലർ കോഴിയില്ലേ നമ്മളെ കറി വയ്ക്കണം. അത് കുഞ്ഞിനെ ഇടും, അവർ 45 രൂപ എടുത്തുകൊണ്ട് പോകും. വാക്സിൻ കഴിഞ്ഞ കുഞ്ഞിനെ ഉണ്ടല്ലോ, ഇത്രയും ദിവസത്തെ കുഞ്ഞുങ്ങളെ കൊണ്ടിടും. ആ 2 ഷെഡ് നിറച്ച് കോഴികളാണ്. നോക്കട്ടെ ഒക്കെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞിട്ടൊരു വീഡിയോ പിടിക്കാം. കോഴി ഫാം നമുക്ക് ഒരാളെ അനുവാദം ഇല്ലാതെ വീഡിയോ പിടിക്കാൻ പറ്റില്ലല്ലോ. ആ കോഴി ഫാം ഇപ്പോഴവരൊക്കെ നല്ല സുരക്ഷിതത്വത്തിലാണ് വളർത്തുന്നത്. ഞാൻ അങ്ങോട്ട് അങ്ങനെ പോയിട്ടില്ല, കോഴി ഇല്ലാത്തപ്പോൾ പോയി കണ്ടിട്ടേ ഉള്ളൂ. ഇനി ഈ വിറവൊക്കെ ഒന്ന് പറക്കി സെറ്റാക്കി കോതിപ്പറക്കി ഒടിച്ച് പറക്കി വെക്കണം മഴയ്ക്ക് മുമ്പേ. ഇപ്പോഴൊന്നും എന്തായാലും ഇൻഷാ അല്ലാ മഴ കാണില്ലെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ ഇതുണ്ടോ വയന, ഇവിടെ നമുക്കൊരു മരം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മണമാണില്ലേ വയനയിലല്ലേ, വയനയപ്പം ഉണ്ടാക്കുന്ന. പിന്നെ രണ്ടാമത്തെ കാര്യം, നോമ്പ് മുറിച്ചു, നോമ്പ് തുറന്നു. ആ നോമ്പ് മുറിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നോമ്പ് മുറിച്ചാന്നാണ് സാധാരണ ഈ സ്ഥലങ്ങളിൽ പറയുന്നത് കേട്ടോ. ഓരോ സ്ഥലത്ത് ഒരേ ഭാഷയല്ലേ. ഞാൻ നോമ്പ് മുറിച്ചെന്ന് പറഞ്ഞാൽ പകുതി വെച്ച് ഉപേക്ഷിച്ചു എന്നല്ല, നോമ്പ് സാധാരണ മഗ്‌രിബ് ബാങ്ക് കേട്ടിട്ട് മുറിച്ചു എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അത് കുറേ പേരെൻ്റെ കൂടെ ചോദിച്ച്, ഒരേ സ്ഥലത്ത് ഒരേ ഭാഷയില്ല. അതുപോലെ തന്നെ ഞാൻ എന്നെ വേറെ ഇത്താമാരൊക്കെ വിളിക്കുമ്പോഴും ഞാൻ രണ്ടാമത് ചോദിക്കും, അപ്പോൾ എനിക്ക് തിരുത്തി തരും. ഇങ്ങനെയാണ് മലയാളത്തിൽ തന്നെ ഒരു വാക്കിനില്ല 5-6 വാക്കുകളുണ്ട്. അതൊക്കെ ചില വാക്കുകളൊക്കെ ആകുമ്പോൾ ചിരി വരും. ഇൻഷാ അല്ലാ അങ്ങനെയൊക്കെ പോകണുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ റാഹത്തായി, എല്ലാ കാര്യങ്ങളും ഹൈറായി. ഇൻഷാ അല്ലാ ഇനി മക്കൾക്കൊപ്പം സന്തോഷമായിട്ട് മുന്നോട്ട്, സുഖത്തിലും ദുഃഖത്തിലും എൻ്റെ കൂടെ ചേർത്ത് പിടിച്ച എൻ്റെ ഇത്താമാരുണ്ട്, ഉമ്മമാരുണ്ട്. 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ആ ഉമ്മമാരുടെയൊക്കെ കാര്യങ്ങൾ കേൾക്കുമ്പോഴും നമ്മുടെയൊന്നും ഒന്നും അല്ല. അപ്പോൾ ഇൻഷാ അല്ലാ മനുഷ്യനല്ലേ, ഒരിക്കലും തീരില്ല നമ്മുടെ ദുഃഖങ്ങളും പ്രാരാബ്ദങ്ങളും കഷ്ടപ്പാടും. അതൊക്കെ തുടർന്നുകൊണ്ടിരിക്കും. അതൊക്കെ മറന്നുപോയാൽ അള്ളാനെ മറന്നു പോകും. അതുകൊണ്ട് ഇത്രയൊക്കെയുള്ള മക്കളെ വിശേഷങ്ങൾ. അൽഹംദുലില്ലാ നമ്മളെ സന്തോഷമാണ്, മക്കൾ സന്തോഷമാണ്. ഇപ്പോഴ് നല്ലൊരു റമളാനെ വരവേൽക്കാൻ ഇനി തുച്ഛമായ ദിവസമേ ഉള്ളൂ. മസ്റുമോളെ ജന്മദിനം. ആ ജന്മദിനത്തിന് ഇൻഷാ അല്ലാ ഈ പെരുന്നാളിന് ആർക്കും നമ്മൾ ഡ്രസ്സൊന്നും എടുക്കില്ല. കാരണം ഡ്രസ്സൊക്കെ എല്ലാം ഉണ്ട് അൽഹംദുലില്ലാ. ആ ഒരു പൈസയ്ക്ക് ഒരു കുട്ടിക്കൊരു ഡ്രസ്സുണ്ട്. അത് നമ്മുടെ വീൽ ചെയർ ജീവിതത്തിൽ ഒരു ഇത്താൻ്റെ മകളുണ്ട്, മകളെ കൊണ്ടുപോയി ഇൻഷാ അല്ലാ എടുക്കണം. ഇത്താക്കൊരു കാല് തറയെ ചവിട്ടില്ല. അത് ആ ഇത്തനെ ഞാൻ ഉൾപ്പെടുത്തി ഇൻഷാ അല്ലാ കാണിക്കാം. അപ്പോൾ അവർക്കൊരു മോളുണ്ട്, ഒരേ ഒരു മോള്, ഒരു പെൺകുഞ്ഞ്. അവൾക്ക് 10-11 വയസ്സുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ അവൾക്കാണ് ഡ്രസ്സ്. ഈ മസ്റുമോളെയും കൂടെ കൊണ്ടുപോയി മസ്റുമോളെ കൈ കൊണ്ട് കൊടുക്കണമെന്നുണ്ട്. ഇൻഷാ അല്ലാ 27 രാവിലെ ചെയ്യണം. അപ്പോഴും നിങ്ങൾ ദുആ ചെയ്യും. അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. എൻ്റെ സുഖവും സന്തോഷവും ഞാൻ എന്നും പറഞ്ഞിട്ടേ ഇരിക്കും. സുഖവും സന്തോഷവും എല്ലാം പറയും. അതിനകത്ത് എന്നെ ചേർത്ത് പിടിക്കുക ഒരു കമൻറ്റ് വന്നാൽ മതി. അതാണ് എനിക്ക് അൽഹംദുലില്ലാ. എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഏണിങ്സിന് വേണ്ടിയിട്ടാണ്. എനിക്ക് ഏണിങ്സിന് ഇപ്പം എല്ലാ മാസവും നമുക്ക് യൂട്യൂബിൽ കിട്ടണമെന്നില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഈ മാസം കിട്ടി $100 തികഞ്ഞാലേ അടുത്ത മാസം കിട്ടും. ചില മാസമൊക്കെ നല്ല ഡിമ്മാണ്. അതെല്ലാം ഒരുപോലെ അല്ലല്ലോ. അപ്പോൾ ഇതൊക്കെയുള്ള നമുക്ക് എല്ലാം കൊണ്ടും ദുആ കൊണ്ടും എല്ലാം കൊണ്ടും അൽഹംദുലില്ലാ റാഹത്താണ്, സന്തോഷമാണ്. പിന്നെ കിണറിൽ ഇതുവരെ വെള്ളം നന്നായിട്ടുണ്ട്, അങ്ങനെ ഉപയോഗിക്കുന്നില്ലല്ലോ. ഇനിയിപ്പോൾ അടുക്കള പണിയും കുളിക്കലും കഴിവലൊക്കെ തുടങ്ങിയാലല്ലേ പറ്റൂ. ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.
നിങ്ങൾ മെയിനായിട്ട് നിങ്ങളുടെ അടുത്തൊരൊറ്റ കാര്യം പറയണം, ദുആ ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും പറഞ്ഞ്, ഞാൻ ആരെയും ഒന്നും പറഞ്ഞിട്ടില്ല, എനിക്ക് ഉറപ്പാണ്. കാരണം നമ്മൾ പറഞ്ഞിട്ടുള്ളത് അനാവശ്യമൊക്കെ ആണെങ്കിൽ നമ്മൾ പുറത്തു കൊടുക്കില്ല, അല്ലാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അൽഹംദുലില്ലാഹ് നമ്മൾ പുറത്തു കൊടുക്കും. കാരണം എല്ലാ ജനങ്ങൾ പറയുമ്പോൾ നമുക്കും ഉണ്ടൊരു ദുഃഖം മനസ്സ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ആരെയും മനഃപൂർവ്വം വേദനിപ്പിച്ചിട്ടില്ല ഒരു കാര്യത്തിന്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ബാക്കിയൊക്കെ എൻ്റെ റബ്ബ് തന്നതെന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.